السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. दो दिन पहले 2 ദിവസം മുമ്പ് ജമാഅത്തിന്റെ ഒരു സുദീർഘ സേവകൻ ആദരണീയനായ സാഹിബ്സാദ മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആത്മീയവും ശാരീരികവുമായ 2 തരത്തിലുള്ള സ്ഥാനം നൽകുകയുണ്ടായി. ഈ ലോകത്ത് വന്നവർ ഒരു ദിവസം വിട്ടുപോകുന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. എല്ലാ വസ്തുവും നശ്വരമാണ്. എപ്പോഴും നിലനിൽക്കുന്നത് കേവലം അള്ളാഹുവിന്റെ സത്തയാണ്. എന്നാൽ അള്ളാഹു നൽകിയ ഈ പ്രാപഞ്ചിക ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിച്ചവർ ഭാഗ്യവാന്മാരാണ്. അവർ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിനായി പരിശ്രമിക്കുന്നു. അവർ അള്ളാഹുവിന്റെ പ്രീതി നേടുവാനായി ശ്രമിക്കുന്നു. അവർ ഏതെങ്കിലും സത്പുരുഷന്മാർ, വലിമാർ, നബിമാർ തുടങ്ങിയവരുടെയുള്ള ശാരീരിക ബന്ധമുണ്ടാക്കുന്നത് മാത്രം തങ്ങളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതായി തീർക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നവരാക്കി തീർക്കുന്നില്ല. എന്നാൽ മനുഷ്യന്റെ സ്വയം തങ്ങളുടെ കർമ്മം, പ്രവർത്തികളാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നവരാക്കി തീർക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറയുമായിരുന്നു, ഫാത്തിമ, എന്റെ മകളായതുകൊണ്ട് മാത്രം നീ അള്ളാഹുവിന്റെ തൃപ്തി നേടുകയില്ല. അവന്റെ തൃപ്തി നേടുന്നതിന് തന്റെ ജീവിതത്തെ അവന്റെ ആജ്ഞാനുസാരം ആക്കിയെടുക്കുന്നതിന് ശ്രമിക്കുക. എന്നാലും അള്ളാഹുവിന്റെ ഭയമുണ്ടായിരിക്കണം. അതായത് അല്ലാഹു തആല ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കട്ടെ, തന്റെ അനുഗ്രഹം കൊണ്ട് ശുഭപര്യവസാനമാക്കട്ടെ. ഞാൻ സ്വയം ഇക്കാര്യം അറിയുന്നതാണ്. വളരെ ആഴമേറിയ ഉറ്റ ബന്ധവുമുണ്ടായിരുന്നു മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബിനോട്. അദ്ദേഹത്തെ നല്ലവണ്ണം കാണുന്നതിനുമുള്ള അവസരം ലഭിച്ചു. അതുപോലെ ജനങ്ങളും എനിക്ക് എഴുതി ധാരാളം കത്തുകൾ വന്നു.
അതായത് വിനയം കൊണ്ട് തന്റെ വഖഫിനെ പൂർത്തിയാക്കുന്നതിനും തന്റെ ജോലി നിർവഹിക്കുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചു. ഒരിക്കലും കുടുംബ മഹത്വം വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ജലസയ്ക്ക് ഇവിടെ വന്നിരുന്നു. ശുഭപര്യവസാനത്തിന്റെ ചിന്ത എന്നോടും വെളിപ്പെടുത്തി. പിന്നെ ഒരു വ്യക്തിയുടെ ഉദാഹരണം നൽകി. മരണാസന്നനായപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, വലിയ സ്വാത്വികനായ ഭക്തനായിരുന്നു, ഇപ്പോഴല്ല. അങ്ങനെ മരിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ അനുചരന്മാർ വളരെയധികം ദുആ ചെയ്തു. എന്തവസ്ഥയായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോഴല്ല എന്ന് പറഞ്ഞിരുന്നത്. ഒരു ദിവസം സ്വപ്നത്തിൽ അനുചരൻ കാണുകയുണ്ടായി. ഒരു സ്വാത്വികൻ കാണപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ മരണസമയത്ത് ഇപ്പോഴല്ല പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാര്യമിതാണ്, എന്റെ അവസാന സമയത്ത് ശൈത്താൻ എന്റെ അടുത്ത് വന്നു. അവർ എന്നോട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ നിന്നും പുറത്തു ചാടി രക്ഷപ്പെട്ടു. നീ വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇതേ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോഴല്ല. ഏതുവരെ ശരീരത്തിൽ ശ്വാസമുണ്ടോ ഒന്നും അറിയില്ല, എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മരണസമയത്തും ശൈത്താനോട് പറയുകയായിരുന്നു, ഇപ്പോഴല്ല. അങ്ങനെ അള്ളാഹു ആ അവസ്ഥയിൽ ജീവനെടുത്തു. അങ്ങനെ ഞാൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഈ ചിന്തയായിരിക്കും ആർക്കാണോ തന്റെ പര്യവസാനത്തിന്റെ ചിന്തയുള്ളത്. ഇതാണ് പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ രീതി. ഏതായാലും അദ്ദേഹം ഈ ഉപമ നൽകി. വലിയ ആശങ്കയുണ്ടായിരുന്നു. വഖഫിന്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്തിരുന്ന സ്വാത്വികനായിരുന്നു. ഇവിടുത്തെ സമയപ്രകാരം മിനിയാന്ന് രാത്രി ഏകദേശം 10 മണിക്ക് ഇദ്ദേഹം വഫാത്തായി. ഇദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രപൗത്രൻ ഹദരത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ പൗത്രനായിരുന്നു. ഹദരത്ത് മിർസ അസീസ് അഹമ്മദ് സാഹിബിന്റെ പുത്രനായിരുന്നു. ഹദരത്ത് മിർസ അസീസ് അഹമ്മദ് സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബയ്യത്ത് തന്റെ പിതാവിനേക്കാൾ മുമ്പ് ചെയ്ത പൗത്രനായിരുന്നു. 12 സെപ്റ്റംബർ 1932 ലാഹോറിൽ ജനിച്ചു. പിന്നെ 21 ഏപ്രിൽ 1945 ഇദ്ദേഹം 12.5 വയസ്സിൽ വഖഫെ ജിന്ദഗി ഫോം പൂരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. മെട്രിക് കാദ്യാനിലെ ഹൈസ്കൂളിൽ നിന്ന് ചെയ്തു. TL കോളേജിൽ വിദ്യാഭ്യാസം നടത്തി. പിന്നെ അതിനുശേഷം ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശാനുസാരം ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ നിന്ന് MA ഇംഗ്ലീഷ് നേടി. സെപ്റ്റംബർ 10, 1956 വഖഫ് ജിന്ദഗി എന്ന നിലയിൽ TI കോളേജ് റബുവയിൽ ചേർന്നു. 17 വർഷക്കാലം ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപക കർത്തവ്യം നിർവഹിച്ചു. വളരെ അധ്വാനത്തോടെ ഉപന്യാസം തയ്യാറാക്കുമായിരുന്നു. ഞാനും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. വളരെയധികം ശിഷ്യന്മാർ എനിക്ക് എഴുതിയിട്ടുമുണ്ട്. വളരെ തയ്യാറെടുപ്പോടുകൂടി വരുമായിരുന്നു. വളരെ അധ്വാനത്തോടെ പഠിപ്പിക്കുമായിരുന്നു. തന്റെ വിഷയത്തിൽ പൂർണ്ണ പ്രാവീണ്യം നേടിയിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ സ്വീകാര്യനായിരുന്നു. വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ടിരുന്നു. 1964 ഇംഗ്ലീഷ് ഫെനറ്റിക്സ് കോഴ്സിനായി ബ്രിട്ടീഷ് കൌൺസിൽ സ്കോളർഷിപ്പിൽ 1 വർഷത്തേക്ക് ഇംഗ്ലീസ്ഥാനിൽ ഇവിടെ വന്നു. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം നേടി. 1974 ഇദ്ദേഹത്തിന്റെ ചില ജമാഅത്തി സേവനങ്ങൾ സമർപ്പിക്കുകയാണ്. 1974 പ്രക്ഷോഭകാലത്ത് ആദരണീയ സാഹിബ്സാദ മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സഹായിയായി, അതായത് അദ്ദേഹത്തിന്റെ സേവനത്തിനായി മുഴുസമയവും അവിടെ തന്നെയായിരുന്നു.
2-3 മാസം ആ അവസ്ഥയിൽ കസ്രെ ഖിലാഫത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ അനുവാദത്തോടെ റബുവയിൽ അനാഥരും നിരാലംബരുമായ കുട്ടികളുടെ പരിവേക്ഷണത്തിനായി, ശിക്ഷണ വിദ്യാഭ്യാസത്തിനായി 1962 മധ്യത്തിൽ ഒരു അനാഥ ഭവനം ദാറുൽ യതാമ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇതിന്റെ പേര് ഇംദാദു തലബ എന്നാക്കി. ഈ വിഭാഗത്തിൽ 1978 മുതൽ ജൂലൈ 1983 വരെ താങ്കൾ പര്യവേക്ഷണാധികാരിയായിരുന്നു. അതിനുശേഷം ഹസ്രത്ത് സാഹിബിന്റെ അധീനത്തിലായിരുന്നു ജോലി. 30 ഏപ്രിൽ 1973 താങ്കൾ നാദിർ ഖിദ്മത്തെ ദർവേഷാനായി നിയമിക്കപ്പെട്ടു. പിന്നീട് മെയ് 1, 1976 മുതൽ 1988 വരെ താങ്കൾ അഡീഷണൽ നാസിർ ആല ആയി സേവനമനുഷ്ഠിച്ചു. വിവിധ കമ്മിറ്റികളുടെ മെമ്പറായിട്ടും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ഒക്ടോബർ 1988 സെപ്റ്റംബർ 1991 വരെ നാസിർ ഉമറാമയായി സേവനം ചെയ്തു. ആഗസ്റ്റ് 1992 മുതൽ മെയ് 2003 വരെ നാസിർ ഉമോറെ ഖാരിജ ആയിരുന്നു. അതിനുശേഷം എന്റെ ഖിലാഫത്തിന്റെ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ നാസിർ ആല ആയി നിർണയിച്ചു. പിന്നെ റബുവയിലെ പ്രാദേശിക അമീറുമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഈ സേവനം ഇദ്ദേഹം നിർവഹിച്ചു. മജ്ലിസ് ഇഫ്തായുടെയും മെമ്പറായിരുന്നു. ഏകദേശം 12-13 കൊല്ലം 12-13 കലാ ബോർഡിന്റെയും മെമ്പറായിരുന്നു. 1973 ഇദ്ദേഹത്തിന് അള്ളാഹു ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള തൗഫീഖ് നൽകി. ഇദ്ദേഹത്തിന്റെ നിക്കാഹ് 26 ഡിസംബർ 1955 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി നിർവഹിക്കുകയുണ്ടായി. 5-6 വെവ്വേറെ നിക്കാഹുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഖുത്ബയിൽ പറയുകയുണ്ടായി. താങ്കൾ പറയുന്നു, മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബിനെ കുറിച്ച്, ഈ കുട്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വഖഫാണ്. മിർസ അസീസ് അഹമ്മദ് സാഹിബിന് ഈ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി. അദ്ദേഹത്തിന്റെ ഈ കുട്ടി MA പഠിക്കുന്നു. ഇപ്പോൾ പാസ്സായിട്ടില്ല, അതായത് MA പൂർത്തിയായിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷിൽ MA പരീക്ഷ കൊടുക്കുകയാണ്. പറയപ്പെടുന്നു ഇംഗ്ലീഷിൽ വലിയ യോഗ്യനാണ്. എന്റെ ആഗ്രഹം ശേഷം ഇദ്ദേഹം കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യട്ടെ. ഇതും പറയുകയുണ്ടായി. ശേഷം പരിഭാഷകളിലും പണി ചെയ്യാം. അല്ലാഹു തആല ഇദ്ദേഹത്തിന് 6 ആൺമക്കളെ നൽകി. 4 ആൺമക്കൾ ഇദ്ദേഹത്തിന്റെ വഖഫ് സിന്ദഗികളാണ്. 2 പേർ ഡോക്ടർമാരാണ്. ഒരാൾ നസാറത്ത് തൈലീമിലാണ്, നായിബ് നാസിറാണ്. അദ്ദേഹം PhD ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാൾ നിയമോപദേഷ്ടാവിന്റെ ഓഫീസിലാണ്, അസിസ്റ്റന്റ് ആണ്. അദ്ദേഹം ലോ പഠിച്ചിട്ടുണ്ട്. ശാഖാ സംഘടനകളിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് തൗഫീഖ് കിട്ടി. 2000 മുതൽ 2003 വരെ സദർ അൻസാറുള്ള പാകിസ്ഥാനും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് എഴുതുന്നു, ഇദ്ദേഹത്തിന് ഖലീഫത്തുൽ മസീഹ് സാനിയോട് വളരെയധികം സ്നേഹമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ബുദ്ധിമുട്ട് തുടങ്ങി. വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്നു, എന്നാൽ പതുക്കെ കൂടിക്കൊണ്ടിരുന്നു. കൂടുതലായി ഉക്കാടയിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ നിന്ന് അദ്ദേഹത്തെ കൂട്ടാൻ പോയി. ഡോക്ടർ നൂരിയും കൂടെ ഉണ്ടായിരുന്നു. വഴിയിൽ ഇവർ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു, കണ്ടുമുട്ടി. ഇദ്ദേഹം മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബ് പറയുകയുണ്ടായി, ഞാൻ ദുആ ചെയ്യുകയായിരുന്നു. അതായത് മുഴുവൻ യാത്രയിലും പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ
എങ്ങനെയെങ്കിലും റബുവ എത്തിച്ചേരണം. അവിടെ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പാദങ്ങളിൽ, അതായത് താങ്കൾ മറവടക്കപ്പെട്ടിരിക്കുന്ന, താങ്കൾ വാസയോഗ്യമാക്കിയ പ്രദേശത്ത് എത്തിച്ചേരണം. ഇതായിരുന്നു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും കഥ. ഇദ്ദേഹം എഴുതുന്നു, രോഗാവസ്ഥയിൽ അദ്ദേഹം രോഗിയായപ്പോൾ ഒരു രാത്രി വളരെ പരവശനായിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. പറയുകയുണ്ടായി, ഇപ്പോൾ ഞാനൊരു വലിയ സ്വപ്നം കണ്ടു. ചിലർ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നു. ജനങ്ങൾ അതിന് മറുപടി നൽകുന്നില്ല. ഇതിൽ വളരെ പരവശനായിരുന്നു. ജനങ്ങൾ എന്തുകൊണ്ടാണ് മറുപടി നൽകാത്തതെന്ന്. പിന്നെ ആ അങ്കലാപ്പിൽ ഉറങ്ങിയില്ല. എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മേൽ എതിരാളികളുടെ കോപം വളരെ കൂടുതലാണ്. ഏതുവരെ എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ എതിരാളികൾ കരുതുന്നത് ഒരു പരിധിവരെ സത്യവുമാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി നിസാമ ജമാഅത്ത് സ്ഥാപിച്ചു, സുശക്തമാക്കി. താങ്കൾ നിസാമ ജമാഅത്ത് ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ജമാഅത്ത് എതിരാളികളുടെ ചിന്തയനുസരിച്ച് തീർന്നു പോകുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ജമാഅത്താണ്, ഇത് നടക്കേണ്ടതായിരുന്നു. ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു. എതിരാളികളിൽ അധികവും ഖലീഫത്തുൽ മസീഹ് സാനിയെ എതിർക്കുന്നത് താങ്കൾ ജമാഅത്തിനെ ഒരു സുശക്തവും സുദൃഢവുമായ നിസാമാക്കി തീർത്തു. 1974 ഞാൻ പറഞ്ഞതുപോലെ ഖലീഫത്തുൽ മസീഹ് സാലിസ് ഒരു ടീം ഉണ്ടാക്കിയിരുന്നു. അതിൽ സേവനത്തിനുള്ള തൗഫീക്ക് കിട്ടി. ഖസ്റെ ഖിലാഫത്തിൽ താമസിക്കുകയായിരുന്നു. ഇദ്ദേഹം പിന്നെ കുറച്ചു കാലശേഷം 1-1.5 മാസത്തിന് ശേഷം വീട്ടിൽ പോകാൻ അനുവാദം കിട്ടുമായിരുന്നു. 7 ദിവസത്തിന് ശേഷം 1-2 മണിക്കൂറുകൾക്കായി വീട്ടിൽ പോകുമായിരുന്നു. കുട്ടികളും ഇദ്ദേഹത്തെ അവിടെ വന്ന് കാണുമായിരുന്നു. ഇദ്ദേഹം പറയുന്നു, ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പല രാത്രികളിലും ഉറങ്ങിയിട്ടില്ല. എന്നാൽ ഇരുന്നിരുന്ന് വിശ്രമിക്കുമായിരുന്നു. മുഴു ദിവസവും മുഴു രാത്രികളും ജമാഅത്തി ജോലികളിലും അല്ലെങ്കിൽ ദുആകളിൽ മുഴുകിയിരുന്നു. കൂടെ ഇവരും ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും ഉണർന്നിരിക്കുമായിരുന്നു. ഇത് മറ്റൊരു റിവായത്ത് ഇദ്ദേഹത്തിന്റെ മകൻ വിവരിക്കുന്നു. 1984 സങ്കീർണമായ അവസ്ഥയിൽ ഇദ്ദേഹം ഖലീഫത്തുൽ മസീഹ് റാബിഇന്റെ ടീമിലും ഉൾപ്പെട്ടിരുന്നു. പറയുന്നു, പിതാവ് പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ്, ഖലീഫത്തുൽ മസീഹ് റാബി എപ്പോഴെല്ലാം അടിയന്തരാവസ്ഥ സംജാതമായോ യാതൊരു വിധത്തിലും പാനിക്കാകാതെ അസാധാരണമാം വിധം റിലാക്സ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഹിജ്റത്ത് ചെയ്തപ്പോൾ റബുവയിൽ നിന്ന് കറാച്ചി വരെ ആ സംഘത്തിൽ ചേരാനുള്ള ഭാഗ്യവും ലഭിച്ചിരുന്നു. അതുപോലെ രോഗിയായിരുന്നിട്ടും 2010 28 മെയിലെ ലാഹോറിലെ സംഭവത്തിൽ ആ സമയത്ത് താങ്കൾ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ ഒന്ന് വളരെ ധൈര്യത്തോടെ മുഴുവൻ അവസ്ഥകളെയും തരണം ചെയ്തു. എല്ലാ ഷഹീദുകളുടെയും വരുന്ന ജനാസയും സ്വയം നമസ്കരിപ്പിക്കുകയും മറവടക്കാൻ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ സ്ഥാനമഹത്വത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ മിർസ അദീൽ അഹമ്മദ് സാബ് എഴുതുന്നു, റബ്വ പ്രാദേശിക റിപ്പോർട്ടുകൾ ഞങ്ങൾ അയക്കുമ്പോൾ ചില ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ കൂടെ കേവലം സ്വാദ് എഴുതി, ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിനൊപ്പം അലൈഹിസ്സലാം മുഴുവൻ എഴുതി. ഇതിൽ താങ്കൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി. സ്ഥാനമഹത്വങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനായും എഴുതുക. നമസ്കാരങ്ങളിൽ വളരെയധികം കൃത്യനിഷ്ഠത പുലർത്തിയിരുന്നു. വളരെ അത്യന്താപേക്ഷിത അവസ്ഥകളിൽ മാത്രം നമസ്കാരങ്ങൾ ജമാക്കിയിരുന്നു.
അവസാന രോഗാവസ്ഥയിലും ആശുപത്രിയിലായിരുന്നപ്പോഴും ചില 1-2 നമസ്കാരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സമയാസമയങ്ങളിൽ അനുഷ്ഠിച്ചു. അവസാന ദിവസങ്ങളിൽ നാസിർ ആല ആയിരുന്നു. ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ജമാഅത്തി ജോലികളും അവിടുത്തെ ഉണ്ടായിരുന്നു. ജമാഅത്തി കേസുകളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്നു, ആശുപത്രിയിലും ഇന്ന കേസുകളുടെ തീയതി എന്നാണ്, വിവരങ്ങൾ എന്തായി. ഇതുപോലെ നാസിർ ആല പ്രാദേശിക അമീർ എന്ന നിലയിലും ജനങ്ങൾ തങ്ങളുടെ സന്തോഷങ്ങളിലും വിവാഹങ്ങളിലും വിളിക്കാറുണ്ടായിരുന്നു. തീർച്ചയായും പോകാറുണ്ടായിരുന്നു. ഇത് എന്റെ കർത്തവ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധിയായിട്ടാണുള്ളത്. ഇതുപോലെ മരണങ്ങളിലും ദുഃഖങ്ങളിലും ജനാസകളുടെ അവസരങ്ങളിലും രോഗികളുടെ അടുത്തും പോകാറുണ്ടായിരുന്നു. പാവപ്പെട്ടവരെയും ആവശ്യക്കാരുടെയും അടുക്കൽ പോകാറുണ്ടായിരുന്നു. പിന്നെ രോഗബാധിതനായിരുന്നിട്ട് കൃത്യസമയത്ത് ഓഫീസിൽ വരികയും മുഴു സമയവും കഴിച്ചുകൂട്ടുകയും ജോലി ചെയ്യുകയും പ്രത്യേക ശീലമായിരുന്നു. അവസാന രോഗ ദിവസങ്ങളിലും ഒരിക്കൽ ഓഫീസിൽ വന്നു വളരെയധികം പേർ ഹാജരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം സർക്കുലർ അയച്ചു, വിനീതൻ കൃത്യസമയത്ത് ഓഫീസിലെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് എന്തുകൊണ്ട് എത്തിക്കൂടാ? സംഘടനാപരമായും സംഘാടകപരമായും പിടുത്തമില്ലാത്തിരുന്നിടത്ത് കഠിനമായിരുന്നു. എന്നാൽ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ വഫാത്തിന്റെ സമയത്ത് ഇസ്ലാമാബാദ് പാകിസ്ഥാനിലാണ് വഫാത്തായത്. അവിടെ ജനാസ നമസ്കരിപ്പിക്കുന്നതിനുള്ള അവസരവും ലഭിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം അഞ്ചുമന്റെ പ്രതിനിധിയായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അവിടെ സന്നിഹിതനായിരുന്നു. ഇദ്ദേഹം അദ്ദേഹത്തോടും പറഞ്ഞു, താങ്കൾ നമസ്കരിപ്പിക്കുക, താങ്കൾ മുതിർന്നവരുമാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഹസ്രത്ത് റാബി പറഞ്ഞു, ഇദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ താങ്കൾ അഞ്ചുമന്റെ പ്രതിനിധിയാണ്, അതുകൊണ്ട് ജനാസ താങ്കൾ നമസ്കരിപ്പിക്കുക. ഇതുപോലെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനെ കുളിപ്പിക്കുവാനുള്ള അവസരവും കിട്ടി. ബഹുമാനപ്പെട്ട മിർസ ഗുലാം അഹമ്മദ് സാഹിബ് എഴുതുന്നു, 1974 അവസ്ഥയിൽ ഇദ്ദേഹം 2-3 മാസം അവിടെ കഴിഞ്ഞു. അതിനുശേഷം അവസ്ഥ നന്നായപ്പോൾ പിന്നെ ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇദ്ദേഹത്തോട് പറഞ്ഞു, പോയിക്കൊള്ളുക, വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എന്നാൽ ദിവസം രാവിലെ പ്രാതലിന് വന്ന് ചില റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിന് വരേണ്ടിയിരുന്നു. ഇദ്ദേഹം ദിവസവും ആജ്ഞകൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇടതടവില്ലാതെ അടുത്ത ദിവസം വന്ന് അത് പ്രാവർത്തികമാക്കിയതിന്റെ റിപ്പോർട്ടും കൊടുക്കുമായിരുന്നു. ഇതുപോലെ മിർസ ഗുലാം അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഇദ്ദേഹത്തിന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തെ റാബിയയുടെ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ദിവസം ഖലീഫത്തുൽ മസീഹ് റാബിന്റെ അലൈഹിസ്സലാഹുവിന്റെ മോതിരം ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേത് അത് എവിടെയോ മിസ്പ്ലേസ് ആയി. വളരെ ആശങ്ക ഉണ്ടായിരുന്നു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്. അദ്ദേഹം ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിനെ വിളിപ്പിച്ചു. പിന്നെ പറഞ്ഞു, എന്റെ വിശ്വസ്തനാണ് ഇദ്ദേഹം, എല്ലാ ഖലീഫമാരുടെയും വിശ്വസ്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ കാണാതായി, അത് തിരയുക. അത് കിട്ടുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും വഫാത്തായി. അതിനുശേഷം കൂടുതൽ രോഗബാധിതനായി. ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും നടക്കുമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ജലസക്ക് വരിക. ആദ്യം വളരെ വിഷമത്തിലായിരുന്നു, എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന്. എന്തായിരുന്നാലും പിന്നെ വന്നു. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യം നന്നായി, സന്തോഷവാനായിരുന്നു. പിന്നെ എന്നെ ദിവസവും രാത്രി കാണാൻ വരുമായിരുന്നു. എങ്ങനെയായിരുന്നാലും ഒരിക്കലും കാലാവസ്ഥയെ പരിഗണിച്ചിരുന്നില്ല. കൃത്യമായി ഇവിടെ നിന്ന ദിവസങ്ങളിലെല്ലാം രാത്രി വന്ന് കാണുമായിരുന്നു. ബഹുമാന്യ ഫൗസിയ ഷമീം സാഹിബ സദർ ലജ്ന
ലാഹോർ പറയുന്നു, ഇവർ നവാബ് അമത്തുൽ ഹഫീസ് സാഹിബയുടെ മകളാണ്. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും ചെറിയ മകളായിരുന്നു. പറയുന്നു, നാസിർ ആല ആയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ നന്മകൾ വിശദമായി വെളിപ്പെടാൻ തുടങ്ങി. വളരെ വിനയമുള്ള ദീനി സേവകനായിരുന്നു. ഞാൻ വളരെയധികം ജോലി സംബന്ധമായി ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. മീറ്റിംഗിലായിരുന്നെങ്കിൽ പിന്നീട് വിളിക്കുമായിരുന്നു. പല പ്രാവശ്യവും എന്റെ അടുക്കൽ പെട്ടെന്ന് മറിയം ഷാദി ഫണ്ടിന്റെ അപേക്ഷകൾ വന്നു. പെട്ടെന്ന് ആവശ്യം വന്നു. അത്യാവശ്യമായി ഞാൻ ഫോൺ ചെയ്തു, ആവശ്യങ്ങൾ പറഞ്ഞു, ക്ഷമ ചോദിക്കും. ആ സമയത്ത് വളരെ ക്ഷമയോടെ പറയും, അമീർ സാഹിബിനോട് പൈസ വാങ്ങുക, അല്ലെങ്കിൽ സ്വയം ഏർപ്പാടാക്കുക, തുക അയക്കുന്നതാണ്. വളരെ ദയാലുവായിരുന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തെ പോലെ ദയാലുവിനെ ആരെയും കണ്ടിട്ടില്ല. ഒരിക്കൽ നമ്മുടെ ഗ്രാമത്തിലെ ഒരു യുവതി പരീക്ഷണത്തിൽ അകപ്പെട്ടു. പെൺകുട്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിധത്തിലും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ കേസ് അദ്ദേഹത്തിന് അയച്ചു. താങ്കൾ വളരെയധികം കരുതലോടെ സ്നേഹത്തോടെ ഇതിനെ കൈകാര്യം ചെയ്തു. പിന്നീട് എന്നോട് പറഞ്ഞു, ആ ദിവസങ്ങളിൽ കാദിയാനിൽ പോകുകയായിരുന്നു. ജലസയല്ലാത്ത സാധാരണ ദിവസങ്ങളിലായിരുന്നു. പറയുന്നു, ഞാൻ കാദിയാനിൽ ബൈത്തുദ്വായിൽ പോയി ഈ പെൺകുട്ടിക്കായി പ്രത്യേകം ദുആ ചെയ്തു. പറയുന്നു, അൽഹംദുലില്ലാ, ആ പെൺകുട്ടി ശരിയായ മാർഗത്തിൽ വന്നു. വിവാഹവും നടന്നു. വിവാഹം നടന്നപ്പോൾ സമ്മാനമായി അവൾക്ക് ഒരു സുന്ദരമായ ആഭരണങ്ങളുടെ ഒരു സെറ്റ് അയച്ചു കൊടുത്തു. വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. വളരെയധികം ആർദ്രതയുള്ളയാളായിരുന്നു. ഞാൻ എപ്പോഴെല്ലാം അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടോ വിദഗ്ധ അഭിപ്രായം നൽകി. വളരെയധികം ദുആ ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്വാത്വികൻ ഇനി എവിടെ കിട്ടാനാണ്? എഴുതുകയാണ്, അല്ലാഹു തആല ഖിലാഫത്തിന് അനുഗ്രഹീതമായ പകരക്കാരൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിലും ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നവർ ഉണ്ടാകട്ടെ. ചൗധരി ഹമീദുല്ല സാഹിബ് വക്കീൽ ആല തഹ്രീഖ് ജദീദ് ഇദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു, താലിം ഇസ്ലാം കോളേജ് 1954 ലാഹോറിൽ നിന്ന് റബുവിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് അനഹമ്മദി ഉസ്താദായിരുന്നു. അവർ ലാഹോറിൽ തന്നെ നിന്നു, റബുവിലേക്ക് വന്നില്ല. അതിനുശേഷം മിയാം ഖുർഷീദ് അഹമ്മദ് സാഹിബ് തന്നെയാണ് 1954 ഇംഗ്ലീഷ് വിഭാഗത്തെ പുതിയ രീതിയിൽ ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇദ്ദേഹത്തിന്റെ കാലത്ത് കോളേജിൽ ഇംഗ്ലീഷിന്റെ നിലവാരം വളരെ നന്നായി. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ചൗധരി ഹമീദുല്ല സാഹിബ് തന്നെ എഴുതുന്നു, വളരെ നിർമ്മല സ്വഭാവത്തിന്റെ ഉടമസ്ഥനായിരുന്നു. പുറത്തു കൊടുക്കലും മാപ്പാക്കലും വളരെയധികമായിരുന്നു. പാവപ്പെട്ടവരെ വളരെയധികം പരിപാലിച്ചിരുന്നു. സ്വന്തം നിലയിലും ജമാഅത്തി ഭാരവാഹി എന്ന നിലയിലും. പിന്നെ പറയുന്നു, കോളേജിലെ കാലഘട്ടം, ജൽസ സലാന, ഖുദാമുൽ അഹമ്മദിയ, അൻസാറുല്ല, ഖാദിയാനിലെ ജൽസയുടെ ഏർപ്പാടുകൾ, എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ തീർച്ചയായും പങ്കെടുത്തിരുന്നു. വിവാഹമായാലും മരണമായാലും തീർച്ചയായും എത്തിച്ചേർന്നിരുന്നു. ഒരിക്കൽ ജൽസ സലാനയുടെ പഴയ ജോലിക്കാരൻ മരണപ്പെട്ടു. അത് മിയാൻ സാഹിബ് അറിഞ്ഞില്ല. അത് അദ്ദേഹത്തെ വളരെയധികം അസഹ്യപ്പെടുത്തി. നിസാരത്തെ ഉലിയായിലെ ജോലിക്കാരൻ തുഫൈൽ സാഹിബ് പറയുന്നു, വളരെയധികം നന്മകളുടെ ഉടമസ്ഥനായിരുന്നു. അവ വിവരിക്കുക അസാധ്യമാണ്. അദ്ദേഹം വളരെ വിനയാന്വിതനും സ്നേഹിക്കുന്നവനുമായിരുന്നു. ഇടപഴകുന്ന ഓരോ വ്യക്തിയും വളരെ കരുണാ ഹൃദയമുള്ളവയാളും ദുഃഖിതരും ബുദ്ധിമുട്ടിലകപ്പെട്ടവരുടെയും വളരെയധികം സഹാനുഭൂതി കാണിക്കുന്നയാളും മൃദുല സ്വഭാവമുള്ളയാളും എന്നാൽ വളരെ ആദരവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയും വളരെ സുന്ദരമായ സൃഷ്ടിയുമായിരുന്നു. വിനീതിന് കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന്റെ നിഴലിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നെ അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ ദ്വേഷപ്പെട്ടതായോ അനിഷ്ടകരമായതോ എനിക്ക് തീരെ ഓർമ്മയില്ല. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാലും വളരെയധികം വിനയത്തോടെ, ആർദ്രതയോടെ, സ്നേഹത്തോടെ മനസ്സിലാക്കി തന്നിരുന്നു. പിന്നെ നസാറത്തുരിയായിൽ തന്നെ ജോലി ചെയ്യുന്ന മുറബി സാഹിബ് ഖാജ മുസഫർ സാഹിബ് പറയുന്നു, താങ്കൾ നീണ്ടകാലം ക്ഷമയോടുകൂടി രോഗത്തെ നേരിട്ടു. വിനീതന് ഇദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ നീണ്ടകാലം സേവനത്തിന് തൗഫീഖ് കിട്ടി. താങ്കൾ വളരെയധികം ദയാലുവും പിതാവിനേക്കാൾ അധികം മമതയുമുള്ള കരുണഹൃദയവും സൃഷ്ടിസേവനത്തിന്റെ ഉച്ചസ്ഥായിയിൽ വിരാജിച്ചിരുന്നു. പല പ്രാവശ്യം വിനീതന് അനുഭവപ്പെട്ടിട്ടുണ്ട്. എപ്പോഴെല്ലാം ഏതെങ്കിലും ആവശ്യം കൊണ്ട് ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ വന്നാൽ താങ്കളോട് കൂടിക്കാഴ്ച നടത്തിക്കുന്നു. അവർക്ക് റേഷൻ, കട്ടിൽ, TV, പാത്രങ്ങൾ അല്ലെങ്കിൽ
സാമ്പത്തിക സഹായത്തിന് അനുവാദം നൽകുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ആവശ്യക്കാർ പോയതിനു ശേഷം എന്നെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് നിർദ്ദേശം നൽകുന്നു, ഇവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുക, ഇവരെക്കുറിച്ച് എന്നോട് പറയുക. പിന്നീട് പറയുന്നു, ഞാൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പറയുന്നു, ഈ ആവശ്യക്കാരന് കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു, അതനുസരിച്ച് സഹായിച്ചില്ല എന്ന് മനസ്സ് പറയുന്നു. കേവലം ആവശ്യപ്പെട്ടത് കൊടുക്കുക മാത്രമല്ല, എന്നാൽ സ്വന്തം നിലയിലും അന്വേഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആവശ്യാനുസാരണം സഹായിക്കുവാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇദ്ദേഹം എഴുതുന്നു, വളരെയധികം പ്രഭാവിതനും പരിശുദ്ധ സ്വഭാവവും മുഖത്ത് പുഞ്ചിരി, വിനയാന്വിതൻ, പുറത്തു കൊടുക്കുന്നവനായിരുന്നു. പരാതിക്കാരന്റെ പരാതി അല്ലെങ്കിൽ ആവശ്യക്കാരന്റെ ആഗ്രഹം പൂർത്തിയാക്കിയില്ലെങ്കിൽ എപ്പോഴും സ്നേഹത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു. വളരെയധികം സമയം ക്ഷമയോടെ കാര്യങ്ങൾ കേട്ടിരുന്നു. ഈ ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കൽ എല്ലാ ഭാരവാഹികളുടെയും ജമാഅത്തി ഭാരവാഹികളുടെയും ബാധ്യതയാണ്. അഥവാ ക്ഷമയോടെ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളും പരാതികളും നീങ്ങിപ്പോകുന്നതാണ്. മുറബി സാഹിബ് എഴുതുന്നു, ഒരിക്കൽ ഓഫീസിൽ ഒരു വ്യക്തി നിന്നുകൊണ്ട് തന്നെ തന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അക്ഷമനായിക്കൊണ്ട് ദേഷ്യത്തോടെ സമർപ്പിച്ച അപേക്ഷ കീറി കഷണങ്ങളാക്കി. താങ്കൾ നിശബ്ദനായിരുന്നു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരിക്കാം. പറയുന്നു, ഞാൻ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ അപമര്യാദ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. എന്നാൽ താങ്കൾ പറഞ്ഞു, സാരമില്ല, പൊയ്ക്കോട്ടെ, അയാൾ ഒന്നും പറയരുത്. എല്ലാവരുടെയും തങ്ങളുടേതായ രീതി ഉണ്ട്. പറയുന്നു, താങ്കളുടെ ക്ഷമ, ഔദാര്യം, ധൈര്യം കണ്ട് അസൂയ തോന്നിയിരുന്നു. ക്ഷീണിതനായിരുന്നിട്ടും രോഗിയായതിനാൽ അവശനായിരുന്നിട്ടും ശക്തിയുള്ള ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. പിന്നെ ഓർമ്മശക്തിയും അപാരമായിരുന്നു. അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. കാര്യങ്ങൾ ഓർത്തിരിക്കുവാനുള്ള കഴിവ് വളരെയധികമായിരുന്നു. നിത്യേന ചിന്ത വിശാലമായിരുന്നു. നിത്യേന നൂറുകണക്കിന് റിപ്പോർട്ടുകളും കത്തുകളും പരിശോധിക്കുന്നു. എന്നാലും ചില സമയങ്ങളിൽ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ചില പ്രശ്നം മാസങ്ങൾക്ക് മുമ്പ് ഫയലായിട്ടുണ്ടാകും. ചില മാസങ്ങൾക്ക് ശേഷം അപേക്ഷകൻ ദുആ അല്ലെങ്കിൽ തുടർ നടപടിക്കായി ചോദിക്കുമ്പോൾ ജോലിക്കാരൻ കമ്പ്യൂട്ടറിൽ തിരയുകയായിരിക്കും. ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും എന്ത് നടപടിയാണ് ഉണ്ടായത്, എന്ത് നിർദ്ദേശമാണ് നൽകിയിരുന്നത്, എത്ര കടലാസുകൾ ഉണ്ടായിരുന്നു, എവിടെയാണ്. അതായത് തന്റെ ഓഫീസിന്റെ ഫയലുകൾ വരെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലും പ്രാവീണ്യമുണ്ടായിരുന്നു. നാദിം ഖസ റാഷിദ് ജവേദ് സാഹിബ് പറയുന്നു, ഒരിക്കൽ ഒരു പ്രശ്നത്തിൽ ഭർത്താവ് എല്ലാ അവസ്ഥയിലും പരിഷ്കാരം ആഗ്രഹിച്ചിരുന്നു. ഏകദേശം എല്ലാ പ്രശ്നങ്ങളും പരിഷ്കരിക്കപ്പെട്ടു. എന്നാൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഡിമാൻഡ് ഉണ്ടായിരുന്നു, എന്നോട് വാങ്ങിയ തുക തിരിച്ചു നൽകുക. എന്നോട് വാങ്ങിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. നാസിം സാഹിബ് പറയുന്നു, ഞാൻ നേരിൽ കണ്ട് മിയാ സാഹിബിനോട് അപേക്ഷിച്ചു, കുറച്ച് തുക നിങ്ങൾ കൊടുക്കുക, കുറച്ച് ഞാൻ ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കാം. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വലിയവരാണ്, മുഴുവനായി താങ്കൾ കൊടുക്കുക. അതിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഇത് പരിഷ്കരിച്ചു എന്ന് എഴുതി അയക്കുക. അങ്ങനെ തുക അടച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മൊറബി ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ റബ്ബാനി സാഹിബ് പറയുന്നു, വിനീതിന്റെ സഹോദരി ഒരിക്കൽ റബോയിൽ വന്നു. അവർക്ക് ത്വക്ക് രോഗമുണ്ടായിരുന്നു. വൃത്തിയുടെ ഭാഗമായി അവർ എന്റെ താമസ സ്ഥലത്ത് താമസിക്കുവാൻ ആഗ്രഹിച്ചു. ചില നിയമങ്ങൾക്ക് അനുസൃതമായി സഹോദരിയോട് പറഞ്ഞു, പ്രത്യേക അനുമതിക്കായി നാസർ അലായിൽ നിന്നാണ് സംഘടിപ്പിക്കേണ്ടത്. അവർ പറയുന്നു, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ജമാഅത്തിലെ ഇത്രയും വലിയ അധികാരിയെ ഞങ്ങൾ എങ്ങനെ കാണും? അനുമതി കിട്ടുമോ ആവോ? എന്തായാലും ഞങ്ങൾ പോയി. ഞങ്ങളെ ഓഫീസിൽ വിളിച്ചു. പിതൃതുല്യനായ വാത്സല്യത്തോടെ മക്കളെ പോലെ ഞങ്ങളെ പരിഗണിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നീക്കിത്തന്നു, അനുവാദവും നൽകി. പറയുന്നു, ഇക്കാരണം കൊണ്ട് ഞങ്ങൾക്ക് ജമാഅത്ത് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന അഭിമാനം വർദ്ധിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിൽ വർധനവുണ്ടായി. ഖുഷാം ജില്ലാ അമീർ മുനവർ സാഹിബ് എഴുതുന്നു, ഒരു ഉന്നത നീതിമാൻ, വളരെയധികം പാവന ഹൃദയമുള്ള ജനോപകാരിയായ മനുഷ്യനായിരുന്നു. കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വളരെയധികം ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ പോലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പാവങ്ങളുടെ അത്താണിയും സൂക്ഷ്മദൃഷ്ടിയോടെ കർത്തവ്യ നിർവഹണവും. ഒരു ചെറിയ സംഭവവും വിവരിക്കാം.
അത് എന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മഹത്തായ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. പറയുന്നു, ഏകദേശം 2012 മധ്യത്തിലായ കാര്യമാണ്. ഞാൻ എന്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. 2 പാവപ്പെട്ട സ്ത്രീകൾ, അവർ ഖുഷാം ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളെ മിയാൻ സാഹിബ് നാദിർ അല സാഹിബ് താങ്കളുടെ അടുത്ത് അയച്ചതാണ്. ഞങ്ങളുടെ സഹായത്തിനുള്ള ഒരു അപേക്ഷയിൽ ജില്ലാ അമീറിന്റെ ശുപാർശയും ഒപ്പും വേണം. പറയുന്നു, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യം കേട്ടു തീരുമാനിക്കുകയുണ്ടായി. ഇവരുടെ സഹായം ജില്ലാ തലത്തിൽ ചെയ്യാം, മർക്കസിൽ അയക്കേണ്ടതില്ല. അങ്ങനെ ഇവരെ 2 പേരെയും ജില്ലാ സെക്രട്ടറി ഉമറാമയുടെ പക്കൽ അയച്ചു. അവരെ സഹായിക്കുകയും ചെയ്തു. പറയുന്നു, അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. മിയാൻ സാഹിബിന്റെ ഫോൺ നേരിട്ട് വന്നു. എന്നോട് അന്വേഷിക്കുകയുണ്ടായി, ഇന്നലെ താങ്കളുടെ അടുത്ത് നിങ്ങളുടെ ജില്ലയിലെ 2 പാവപ്പെട്ട സ്ത്രീകളെ ഒപ്പിടാനുമായി ശുപാർശക്കുമായി അയച്ചിരുന്നു. ഇന്ന് 2ാം ദിവസവും തിരിച്ച് അവർ എന്റെ അടുത്ത് സഹായത്തിനായി വന്നിട്ടില്ല. എനിക്ക് ആവലാതിയായി. നിങ്ങൾ അവരെ തിരിച്ചു വിട്ടുവോ? അതുകൊണ്ട് അവർക്ക് ശുപാർശ ചെയ്ത് എന്റെ അടുക്കൽ അയക്കുക. അങ്ങനെ യഥാസമയം അവരെ സഹായിക്കുവാൻ കഴിയും. പറയുന്നു, ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കുകയുണ്ടായി. അതുകൊണ്ട് താങ്കളുടെ പക്കൽ 2ാമത് അയച്ചില്ല. അമീർ പറയുന്നു, ഈ ചെറിയ സംഭവം പോലും താങ്കളുടെ പാവപ്പെട്ടവരോടുള്ള സമീപനം, സൃഷ്ടി സേവനം, ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ താങ്കളുടെ മഹത് വ്യക്തിത്വത്തിനുള്ള ഒരു ഓർമ്മ കൂടിയാണ്. ഈ വികാരമാണ് നമ്മുടെ എല്ലാ ഭാരവാഹികളിലും ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്? പണിക്കായി അയച്ചു മിണ്ടാതിരിക്കലല്ല. ഏത് അപേക്ഷ വന്നാലും അപേക്ഷകൻ എന്തായാലും ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഭാരവാഹികളും ഏതുവരെ പ്രാവർത്തികമാക്കുന്നില്ലയോ, പരാതി ദൂരീകരിക്കുന്നില്ലയോ, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലയോ, അതുവരെ പ്രശ്നം നോക്കിക്കൊണ്ട് നിൽക്കണം. പരിശ്രമിച്ച് പരിഹരിക്കുവാൻ നോക്കേണ്ടതാണ്, തലയൂരാൻ നോക്കരുത്. ഈ സ്വഭാവം എല്ലാ ഭാരവാഹികളും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടേത് തീരുന്നതാണ്. ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹസ്രത്ത് മിയാൻ സാഹിബ് ഖിലാഫത്തിനോട് സ്നേഹവും ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്റെ ഉത്തരവാദിത്വങ്ങൾ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കാലത്തിന്റെ ഖലീഫയുടെ അനുസരണത്തിൽ ഒരു കുറവും വരുത്താതെ കഴിഞ്ഞു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. അതുപോലെ അള്ളാഹുവിന്റെ അവകാശങ്ങളെയും ദാസരുടെ അവകാശങ്ങളും നിവർത്തിക്കുന്നതിൽ മുഴുവൻ ശക്തിയും ചെലുത്തി. ചുരുക്കത്തിൽ താങ്കളിൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും വളരെയധികം വിശാല ഹൃദയനും ധാർമ്മിക ഗുണങ്ങളുടെ ഉടമയും പാവങ്ങളുടെ അത്താണിയുമായിരുന്നു. ഇതുപോലെ ഹാഫിസ് എഴുതുന്നു, ബാജമാത്ത് നമസ്കാര നിർവഹണത്തിനായി തന്റെ സുന്ദര മാതൃകയായിരുന്നു. സദർ അൻസാറുള്ളായപ്പോൾ വീണ്ടും മീറ്റിംഗുകളിൽ ബാജമാത്ത് നമസ്കാര നിലനിർത്തുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വയം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കേവലം ഒരു കാര്യത്തിൽ തന്നെ സൂചി തങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ ഉത്തരവാദിത്വത്തിന്റെ അവകാശം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ചില ഭാരവാഹികളെ ഞാനും കണ്ടിട്ടുണ്ട്. ബാജമാത്ത് നമസ്കാരം മാത്രമല്ല, ചിലപ്പോൾ നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവരാണവർ. ഇതുപോലെ ചൂടുകാലങ്ങളിലും തണുപ്പുകാലങ്ങളിലും നിർണിത സമയങ്ങളിൽ ഓഫീസിൽ വരികയും പോവുകയും അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ഹാഫിസ് എഴുതുന്നു, താങ്കളുടെ കരുണയുടെയും ദയയുടെയും സംഭവങ്ങൾ എണ്ണമറ്റതാണ്. അത് എഴുതുന്ന ബുദ്ധിമുട്ടാണ്. കൃത്യമായി ഓഫീസിൽ സമയത്ത് വന്നിരുന്നു. ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. ഇവരുടെ ജോലിക്കാരനാണ് നിസാരത്ത് ഉലിയയിലെ അൻവർ സാഹിബ്. അദ്ദേഹമാണ് ഇത് എഴുതിയത്. അതായത് അദ്ദേഹത്തിന്റെ കരുണയുടെയും ദയയുടെയും കാര്യങ്ങൾ എണ്ണൽ വളരെ ബുദ്ധിമുട്ടാണ്. പറയുന്നു, രോഗത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും അവസ്ഥയിലും ഓഫീസിൽ വരികയും ഓഫീസ് ജോലികളിൽ മുഴുകുകയും തന്റെ ആത്മാവിനുമേൽ ദീനീ സേവനത്തിന് മുൻഗണന നൽകി വരികയും ചെയ്തു. വഫാത്തിന് മുമ്പായി അവസാനം ജനുവരി 1 ഓഫീസിൽ വന്നു.
ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസ തടസ്സമുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ട് മറച്ചു വെക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്റെ ആരോഗ്യം ശരിയല്ല, പെട്ടെന്ന് വീട്ടിൽ പോകുന്നതാണ്, ഓഫീസിൽ ഇരിക്കുവാൻ കഴിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ പോകുന്നതിന്റെ അർത്ഥം ജോലി ചെയ്യില്ല എന്നല്ല. അതുകൊണ്ട് ക്ലർക്കിനോട് പറഞ്ഞു, ഏതെല്ലാം കത്തുകൾ ഉണ്ടോ ഒപ്പിടേണ്ടത് വേഗം കൊണ്ടുവരിക. ജോലിക്കാരൻ പറയുന്നു, ഞാൻ നിർദ്ദേശാനുസരണം പെട്ടെന്ന് കത്തുകൾ സമർപ്പിച്ചു. ചില ഉപദേശങ്ങളുടെ കത്തുകൾ മാത്രം ഒപ്പിടിയിച്ച് ബാക്കി ആരോഗ്യം നല്ലതല്ലാത്തത് കൊണ്ട് നീക്കി വച്ച് പിന്നീട് ഒപ്പിടിയിക്കാമെന്ന് കരുതി. എന്നാൽ താങ്കൾ പറയുന്നു, എല്ലാ ഫയലുകളും ഒപ്പിടിയിക്കുക, പ്രശ്നമില്ല. അതിനുശേഷം അവശ്യ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ചില നാസിർമാരെയും ഓഫീസർമാരെയും കണ്ടുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം തന്റെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കി തരികയുണ്ടായി. അതായത് ദീനി സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, വഖഫിന്റെ ആത്മാവ് എന്താണ്. മൊറബി സിൽസില മുഹമ്മദ് അഫ്സൽ സാഹിബ് പറയുന്നു, മുഖം കുനിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുക, റംസാനിൽ മുബാറക്കിന്റെ അനുഗ്രഹീത ദിവസങ്ങളിൽ അസറിന് ശേഷം മസ്ജിദ് അഖ്സയിൽ മുബാറക്കിൽ ദർസിൽ പങ്കെടുക്കുക, ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ സമസ്യയെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കേൾക്കൽ, ആ സമസ്യക്ക് പരിഷ്കാരം പറഞ്ഞുകൊടുക്കൽ, ഇവയെല്ലാം റബുവയിലെ ഓരോരുത്തരും സാക്ഷികളാണ്, പ്രതിദിനം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പറയുന്നു, ജാമിയയിലെ പഠന സമയത്ത് ഒരിക്കൽ വളരെയധികം ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ ആയിരുന്നു എന്റെ പ്രശ്നം. എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല, ദുആ മാത്രമായിരുന്നു ഒരു പരിഷ്കാരം. പറയുന്നു, ഞാൻ ആദരണീയ മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബിന്റെ സമക്ഷത്തിൽ അപേക്ഷ കൊണ്ടുപോയി. വളരെയധികം ജോലി തിരക്കുണ്ടായിരുന്നിട്ടും തന്റെ മുറിയിൽ വിളിപ്പിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും മുന്നിൽ വെച്ചപ്പോൾ എന്റെ പ്രശ്നം ദുആ മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എനിക്ക് ഇത്രയും സമയം കിട്ടുമോ. എന്നാൽ താങ്കൾ വിശാലമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് ധാരാളം സമയം എനിക്ക് നൽകി. അതിനുശേഷം ഓഫീസിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഭാരം വളരെ ലഘുവായി തോന്നി. മനസ്സിലൊരു പുതിയ ആശയവുമായി പുറത്തു കടന്നു. ഇതാണ് സംതൃപ്തി. എല്ലാ ഭാരവാഹികളുടെയും രീതിയായിരിക്കേണ്ടതാണ്, മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകുക. പറയുന്നു, മൃദുലവും പാവനവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു, മലക്കിന്റെ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ടീനേജിലെ വയസ്സിലായിരുന്നപ്പോൾ ആദ്യമായി മോട്ടോർ ബൈക്ക് പഠിക്കുകയായിരുന്നു. മിയാൻ സാഹിബ് പ്രാദേശിക ആമിറിന്റെ വീടിന് പുറത്ത് മതിലിൽ പോയി തട്ടി. ആ സമയത്ത് യാദൃശികമായി അദ്ദേഹം സ്വയം അവിടെ വെള്ളം നിറക്കുകയായിരുന്നു. പുറത്തു വഴിയിൽ ഞാൻ നാണിച്ചുപോയി. ഒന്ന് തെറ്റ് എന്റേതാണ്, അണ്ടർ ഏജ് ഡ്രൈവിംഗ്. പിന്നീട് വീണത് അദ്ദേഹത്തിന്റെ ഹൗസിന് മുന്നിൽ. വേറെ ആരായിരുന്നെങ്കിലും വഴക്കു പറയുമായിരുന്നു, എന്തെന്നാൽ തോട്ടത്തിൽ നഷ്ടവും സംഭവിച്ചിരുന്നു. എന്നാൽ താങ്കളുടെ സ്വഭാവത്തിൽ ഇത്രയധികം വിനയവും മൃദുലയും ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു. പിന്നെ ചോദിച്ചു, മകനെ കൂടുതൽ പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് ശാന്തമായി മനസ്സിലാക്കി തന്റെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കുക. ഇതുപോലെ മൊറബിമാരോടും വാഖഫിന്റെ ജിന്ദഗികളോടും വളരെയധികം സ്നേഹത്തിന്റെയും കരുണയുടെയും വികാരമായിരുന്നു. വിശാലമായ അറിവുണ്ടായിരുന്നിട്ടും വളരെ വിനയവും മൃദുത്വവും ഉണ്ടായിരുന്നു. തന്റെ വിജ്ഞാനക്കുറവിന്റെ പ്രകടനമാണ് നടത്തിയിരുന്നത്. ജാമിയ അഹമ്മദിയയിലെ ഷാഹിദിന്റെ കോൺവക്കേഷന്റെ സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രതിനിധിയാക്കിയപ്പോൾ പറയുന്നു, തന്റെ പ്രഭാഷണത്തിൽ, അതായത് കോൺവക്കേഷൻ ജാമിയ അഹമ്മദിയയിലെ കുട്ടികളോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതം മുഴുവനും മുറബിമാരോടും ഉസ്താദുമാരുടെയും നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് ശീലക്കാരനാണ്. അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഞാൻ എന്ത് വാ തുറക്കാനാണ്. എന്നാലും പിന്നെ ഉപദേശിക്കുകയുണ്ടായി. അവരോട് പറഞ്ഞു, പല കാര്യങ്ങളെ കൂടാതെ വിനീതൻ ഇത്ര മാത്രം പറയുകയാണ്, വളരെ അത്യാവശ്യവും അത്യന്താപേക്ഷിതവും ഏറ്റവും പ്രധാന കാര്യവും ഏതൊരു നിർദ്ദേശങ്ങളാണോ ഖലീഫത്തുൽ മസീഹ് നൽകുന്നത് അവ കേൾക്കുക, അവയിൽ ചിന്തിക്കുക. അവ ഏതുവരെ നമുക്ക് വേണ്ടി, ജമാഅത്തിന്റെ ഭാരവാഹികൾക്കായി, നിങ്ങൾക്ക് വേണ്ടി, അതായത് മുറബിയായി പോകുന്നവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്
പൂർത്തിയാക്കുക. നാം എല്ലാവരും ഈ നിർദ്ദേശങ്ങളെ ജീവാമൃതമാക്കുക, അവ പ്രാവർത്തികമാക്കാൻ മുഴുവൻ ശക്തിയും ചെലുത്തുക, ദുആയും ചെയ്യുക. അള്ളാഹു നമുക്കിതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ മുറബി സിൽസില മലിക് മസൂദ് സാഹിബ് പറയുന്നു, മിയാ സാഹിബുമായി പല കൂടിക്കാഴ്ചകളും നടന്നു. എല്ലാ കൂടിക്കാഴ്ചകളും സ്നേഹത്തിന്റെയും കരുണയുടെയും വികാരങ്ങളുടെയും സമുദ്രമായിരുന്നു. താങ്കൾ എല്ലാവർക്കും സ്വീകാര്യത, സ്നേഹിക്കുന്നയാൾ, വളരെ പരിശുദ്ധൻ, ധാർമ്മിക ഗുണങ്ങളുടെ സാരാംശമായിരുന്നു. ശുദ്ധഹൃദയത്തോടുകൂടി ഓഫീസിൽ കാണാൻ വരുന്ന ഓരോരുത്തരോടും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സലാം പറയുമായിരുന്നു, ഹസ്തദാനം ചെയ്തിരുന്നു. ചെറിയ കുട്ടിയായിരുന്നാലും ശരി, ആരായാലും കൂടിക്കാഴ്ചക്ക് വന്നാൽ താങ്കളുടെ ആവശ്യ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ, ആസക്തിയോടെ, പൂർണ്ണ മനസ്സോടെ അവരുടെ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. അവരോട് കൂടിച്ചേർന്നിരുന്നു. എല്ലാവരും ഇക്കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. താങ്കളുടെ ഓഫീസിൽ പാവപ്പെട്ടവർ, നാസർമാർ, ഭാരവാഹികൾ, സാധാരണക്കാർ, അഹമ്മദികൾ എല്ലാവരോടും ഒരേ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉടനടി ഇടപെട്ട് തന്റെ കാര്യമെന്ന പോലെ പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ നൂരി സാഹിബ് എഴുതുന്നു, ജനങ്ങളുടെ വികാരങ്ങളുടെയും ആവശ്യങ്ങളുടെയും കാര്യം മറ്റുള്ളവരെക്കാൾ അധികം ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടർ നൂരി സാഹിബ് പറയുന്നു, ഒരിക്കൽ ഒരു രോഗി എൻജിയോപ്ലാസ്റ്റിക്കായി പകുതി വില സൗജന്യമാക്കി. പിന്നീട് താങ്കളെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നാസറാലായെ അപ്പോൾ അത് മുഴുവനായും മാഫാക്കി. പിന്നെ ഡോക്ടർ നൂരി സാഹിബ് പറയുന്നു, എന്നോട് പറയുകയുണ്ടായി, കാലത്തിന്റെ ഖലീഫ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അർഹതയുള്ള എല്ലാ രോഗികളെയും സഹായിക്കുന്നതിന് ശ്രദ്ധിക്കുക. പിന്നെ അതുകൊണ്ട് അത് പൂർത്തിയാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പിന്നെ പറയുന്നു, ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ നഴ്സുമാർക്കും അണ്ടർ ട്രെയിനിങ് നേടിയിരുന്ന നഴ്സുമാർ തുടങ്ങിയവർക്ക് സഹായം തേടിയിരുന്നവർക്ക് എന്നോട് പറഞ്ഞു, എന്റെ മകനോട് തുക വാങ്ങിക്കൊണ്ട് ഇവരെല്ലാവർക്കും സ്വെറ്റർ വാങ്ങിക്കൊടുക്കുക, എന്റെ വകയായി സമ്മാനം. മറ്റുള്ളവരുടെ പ്രയത്നങ്ങളെ പുകഴ്ത്തിയിരുന്നു. എനിക്ക് എഴുതി, ചില വികാരങ്ങളും ഇത്തരത്തിലുള്ളതായിരിക്കും. അവരുടെ മുഖം വെളിപ്പെടുത്തുന്നത് അസാധ്യമായിരിക്കും. നേർക്ക് നേർ വെളിപ്പെടുത്തുക. ഈ അവസ്ഥയും എന്റേതാണ്. ഇവരോട് വിട പറയുമ്പോൾ, അതായത് ആശുപത്രിയിൽ നിന്ന്, അള്ളാഹു ഇതിന്റെ നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. പിന്നീട് പറയുന്നു, ഖിലാഫത്തിനോട് വളരെ ആവേശകരമായ സ്നേഹവും ബഹുമാനവുമായിരുന്നു. താഹിർ ഹാർട്ടുമായി പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ നൂരി സാബ് എഴുതുന്നു, ഒരിക്കൽ എന്നോട് പറഞ്ഞു, നൂരി, താഹിർ ഹാർട്ട് കാലത്തിന്റെ ഖലീഫയുടെ ഒരു കുട്ടിയാണ്. അല്ലാഹു തആല ഈ തരത്തിലുള്ള ആഗ്രഹത്തെ പൂർത്തിയാക്കട്ടെ. ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ ശമന ഭവനത്തിന്റെ മാതൃകയാകട്ടെ. പിന്നെ നൂരി സാഹിബിനോട് പറഞ്ഞു, ഞാൻ ദിവസവും ദുആ ചെയ്യാറുണ്ട്, അള്ളാഹു കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ ഇതിന്റെ ഭാഗമായി പൂർത്തിയാക്കട്ടെ. പറയുന്നു, രോഗാവസ്ഥയിൽ ഞാൻ റിപ്പോർട്ട് എഴുതി അയക്കുമ്പോൾ ഒരിക്കൽ എന്റെ കൈപിടിച്ചുകൊണ്ട് വളരെയധികം വികാരാധീനനായിക്കൊണ്ട് പറഞ്ഞു, എന്താണ് നമ്മുടെ കയ്യിൽ ഹുസൂറിന്റെ സമക്ഷത്തിൽ സമർപ്പിക്കുവാൻ? രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാതെ മറ്റൊന്നുമില്ലേ? ഇതുപോലെ ഇനിയും പലരുടെയും കത്തുകളുണ്ട്. താങ്കളുടെ മഹത്വങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. വിനയത്തിന്റെയും സഹാനുഭൂതിയുടെയും കാര്യം എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഖിലാഫത്തിനോടുള്ള ബന്ധത്തിന്റെ കാര്യം ഒരിക്കൽ താങ്കൾ എന്റെ സഹധർമ്മിണിയുടെ മുന്നിൽ ഇതുപോലെ പറയുകയുണ്ടായി. എന്റെ സഹധർമ്മിണി അദ്ദേഹത്തോട് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയ്ക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പറയുകയുണ്ടായി, കാലത്തിന്റെ ഖലീഫയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക സുജൂദുകളിൽ ഞാൻ അവരുടെ ഭാര്യ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യാറുണ്ട്. ഇത് പറയുമ്പോൾ
വളരെ വികാരാധീനനായിരുന്നു. അമീർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അനുസരണത്തിന്റെ നിലവാരം ഉന്നതമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ രോഗാവസ്ഥയുടെ ദിവസങ്ങളിൽ 2000 കാലമാണ് ഞാനും മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബും ഇവിടെ ലണ്ടനിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്ത് നാസിർ ആല ആയിരുന്നു. ഏതോ കാര്യത്തിൽ ഞങ്ങളുടെ ഇടയിൽ ചെറിയ ഭിന്നതയുണ്ടായി. അതിൽ അദ്ദേഹം കുറച്ചു കഠിനമായി സംസാരിച്ചു, കാര്യം നിഷേധിച്ചു. വാക്കുകൾ വന്നിരിക്കാം. ഞാൻ അദ്ദേഹത്താൽ കുറച്ചു ദിവസം മുമ്പേ ലണ്ടനിൽ നിന്ന് തിരിച്ചു പോന്നു. ഇദ്ദേഹം കുറച്ചു ദിവസം കഴിഞ്ഞാണ് വന്നത്. ഓഫീസിൽ വന്നു, വളരെ ശാന്തനായി ഇരുന്നു പറയാൻ തുടങ്ങി. ഞാൻ ക്ഷമ ചോദിക്കുവാൻ വന്നതാണ്. എന്നിൽ നിന്ന് വളരെ വലിയ അപരാധമാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, എന്ത് തെറ്റ്? എനിക്ക് ഓർമ്മ വരുന്നില്ല. പറഞ്ഞു, ലണ്ടനിൽ ഞാൻ എതിർത്ത് അതിൽ എന്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കലർന്നിരുന്നു. അത് അമീറിന്റെ ബഹുമാനത്തിനെതിരാണ്. അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ സാരമില്ലെന്ന് പറഞ്ഞിട്ടും മാപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വിനയമായിരുന്നു, ആദരവായിരുന്നു. പിന്നെ പരിഷ്കരണത്തിനായി വശം ഇതായിരുന്നു, അത് തന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ചിരുന്നു. മറ്റുള്ളവരുടെ പരിഷ്കരണം നടത്തുകയും തന്റെ കുട്ടികളെ നോക്കാതിരിക്കുകയുമായിരുന്നില്ല. കുറച്ചു വർഷങ്ങളായി ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് വസ്സലാമിന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു കത്തെഴുതി അതിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ചില പരാതികൾ എനിക്ക് കിട്ടിയിരുന്നു. ആ വിഷയത്തിൽ മൊത്തത്തിൽ അവ ദൂരീകരിക്കുന്നതിന് ഉപദേശിച്ചുകൊണ്ട് ഈ കത്ത് ഞാൻ അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് അയച്ചു. പാകിസ്ഥാനിൽ ഉള്ള മസീഹ് മൗഊദ് വസ്സലാമിന്റെ കുടുംബാംഗങ്ങളെ, അവിടെയുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഈ കത്ത് വായിക്കുക. ഈ കത്ത് അദ്ദേഹം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വായിച്ചപ്പോൾ വളരെ വികാരാധീനനായിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വിവരിക്കുകയാണ്, എന്റെ സന്തതികളും ഇവയിൽ നിന്നും പരിശുദ്ധരല്ല. ഏതൊന്നിനെ കുറിച്ചാണോ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ അവരോടും കൂടി അവരുടെ സന്താനങ്ങളോടും കൂടി ഉപദേശിക്കുകയാണ്, ന്യൂനതകളെ ദൂരീകരിക്കേണ്ടതാണ്. കാലത്തിന്റെ ഖലീഫ നമ്മോട് ആഗ്രഹിക്കുന്നത് എന്താണോ അത് പൂർണ്ണമായും അതിൽ മുഴുകേണ്ടതാണ്. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ സത്യസന്ധത, തഖ്വയുടെ നിലവാരം. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല ജമാഅത്തിന് ഖിലാഫത്തെ അഹമ്മദിയക്ക് വിനയാന്വിതനായ, ഭക്തനായ, ഭയഭക്തിയിൽ ചലിക്കുന്ന സഹായിയെ നൽകുമാറാകട്ടെ. മുക്കറം മിർസ അനസ് അഹമ്മദ് സാഹിബ് ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് എഴുതുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ വലിയ മകനാണ്. സഹോദരൻ ഖുർഷീദ് മുഴുവായുസും ഖിലാഫത്തിന്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അവസാന നിമിഷം വരെ സിൽസിലയുടെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവിയിൽ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ അവകാശം പൂർത്തിയാക്കി തീർത്തു. ശരിയാണ്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് പൂർത്തി ശരിയാണ്. അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി. അള്ളാഹു നാം ഏവർക്കും നമ്മുടെ അവകാശങ്ങൾ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ജനാസ നമാസ് ഗായബ് നമസ്കരിപ്പിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم صل على محمد وعلى آل محمد